Hi everyone, this is Shweta. My name is Inder and welcome to our Channel It's time for Drishyam. 3. Let's Let's watch watch it. it. ശരിയാ, ഒരിക്കലും മറക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ പറ്റിപ്പോയി. മനഃപൂർവ്വം ഒന്നും അല്ലല്ലോ. ജോർജ് കുട്ടി ഇത് ഹൃദയത്തിലേക്ക് എടുക്കരുത്. ജോർജ് കുട്ടിയുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇന്നേ വരെ ആരെയും ദ്രോഹിച്ചിട്ടില്ലാത്ത ജോർജ് കുട്ടിക്ക് രാജന്റെ കുടുംബത്തിന് സംഭവിച്ചതിന്റെ കാരണക്കാരൻ താനാണെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജോർജ് കുട്ടി ഇത് മനസ്സിൽ നിന്നൊന്ന് എടുത്ത് കളാം. പിള്ളേരോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പറയണ്ട. ഒരു സിനിമ ചെയ്തത് കാരണം ജീവിക്കണ്ടേ ഇവിടെ? കഥാകൃത്തുക്കളുടെ ബഹളോ. ഇനി സിനിമ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലും മനസ്സിലാകുന്നില്ല അവർക്ക്. Oh, he's thinking that only. Yeah. वो बुरा लगा ना. ഇന്നലെ രാത്രി ഞാൻ ശരിക്കും പേടിച്ചു. രാത്രി ഒരു 12 കഴിഞ്ഞപ്പോ ബാത്റൂമിൽ പോകാനായിട്ട് ഞാൻ എഴുന്നേറ്റു. അപ്പോ നമ്മൾ വാഴകൃഷി ചെയ്ത ആ ഭാഗത്ത് ഒരു ടോർച്ചിന്റെ വെളിച്ചം. Oh. ഞാൻ നമ്മുടെ ടോർച്ച് എടുത്ത് അങ്ങോട്ട് അടിച്ചു. പിന്നെ അത് കാണാനില്ല. വാഴക്കൊല മോഷ്ടിക്കാൻ വന്നവരായിരിക്കും. ഞാൻ രാവിലെ അവിടെ പോയി നോക്കി. വാഴക്കൊലയൊന്നും പോയിട്ടില്ല. മോഷ്ടിക്കുന്നതിന് മുമ്പായിരിക്കും ഈ ടോർച്ച് അടിച്ച്. അപ്പൊ പേടിച്ചു പോയി കാണും. ഇന്നവരെ പാവപ്പെട്ട കള്ളന്മാരാ. വിശന്നിട്ടോ വല്ലോ ആയിരിക്കും. അത്ര പാവപ്പെട്ട കള്ളന്മാരൊന്നും അല്ല. മൊത്തം വെട്ടിക്കൊണ്ട് പോകാനായിരുന്നു പ്ലാൻ എന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ ബാത്റൂമിലായിരുന്നപ്പോ ഒരു ജീപ്പ് സ്റ്റാർട്ട് Now ചെയ്ത he's ശബ്ദവും in that mode, thinking mode now. जीप की आवाज भी सुनी ना, बोल भी रही है वो. हाँ, ये देख, कोई तो है. He's searching now. अच्छा, he's the one. ജോർജ് കുട്ടി, बट वो ऐसा लग रहा है ना किसी ने डिग किया है. हाँ. Lose. हाँ. Coil lose है. Ooh. ये कौन है? That police officer ना जो उसको हेल्प करा था कि वही वाला है. Oh, flashback. Again, same place.
അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞിരുന്നു. മത്തേ ചേട്ടൻ ഇരിക്കും, ഓ. ഞാൻ ജോർജോട്ടിയെ വിളിക്കാം. ആ ജോർജോട്ടി, മത്തായി ചേട്ടൻ വന്നിരിക്കുന്നു. എന്താ സാറേ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞേ? നമ്മുടെ ആ ഫോൺ നമ്പറിൽ അവരെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയായിരുന്നോ സാറേ? ഞാൻ കൊടുത്തിട്ടുണ്ട്, ഉടനെ കിട്ടും. ആ ഞാൻ വരാൻ പറഞ്ഞതേ ആ ഹഞ്ചുമോക്ക് വിദേശത്തു നിന്നുള്ള ആലോചനകളും ഓ ഓക്കെ. അതെന്തായാലും നല്ല തീരുമാനമായി സാറേ. മോളുടെ ഭാഗയ്ക്ക് അത് തന്നെ നല്ലത്. നമുക്ക് പറ്റിയ നല്ലൊരു കേസുണ്ടായിരുന്നു. അവർക്ക് വേണ്ടത് നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്നൊരു കൊച്ചിനെയാണ്. അപ്പൊ അതിന്റെ കല്യാണം കഴിഞ്ഞില്ല ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇനിയിപ്പോ അതല്ലെങ്കിൽ വേറെ പയ്യന്മാരുണ്ട് നമുക്ക്. എന്തായാലും എത്ര പെട്ടെന്ന് ആയിക്കോട്ടെ. ഓ പിന്നെ നമുക്കിനി ഫോണിൽ കൂടെ ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട, നമുക്ക് നേരിട്ട് പറയാം. ഓ ആയിക്കോട്ടെ. ആ എന്നാ ഞാനങ്ങോട്ട് ആ ശരി. ഓക്കെ. ശരി സാറേ. നീ ഒരു ദിവസത്തേക്കുള്ള ഡ്രസ്സ് ഒന്ന് എടുത്ത് വെക്ക്. എനിക്ക് എറണാകുളം വരെ ഒന്ന് പോകണം. ചിലപ്പോൾ ഞാൻ നാളെ വരും. ജോർജോട്ടി, ഇന്നലെ കിടന്നപ്പോൾ ഞാൻ കുറെ ആലോചിച്ചു. അപ്പൊ എനിക്ക് തോന്നി നീ പറയുന്നതിനും കാര്യമുണ്ടെന്ന്. പിള്ളേർ അവരുടെ ലോകം സൃഷ്ടിക്കട്ടെ. പിന്നെ ആ ചെറുതിനോട് പറ അവളുടെ സിംഗപ്പൂരിലെ അഡ്മിഷനും നോക്കിക്കൊള്ളാൻ. എന്താ ഒന്ന് ഇരുട്ട് വെളുത്തപ്പോഴേക്ക് എന്തൊരു മാറ്റമാ ജോർജോട്ടിക്ക് വന്നേക്കുന്നത്. കൊഞ്ചിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഡ്രസ് എടുത്തിരിക്കടി. No, but he's But thinking he's- something. Yeah. He's always a step ahead. वो बंदा कौन था? I'm still. There is something. No, there is nothing. വീടൊന്ന് പെയിന്റ് ചെയ്യണ്ടേ? അതൊക്കെ പാലല്ലേ ചേട്ടാ, അത് കഴിക്കാൻ പോയിക്കോളൂ. അവിടെയാണോ? She is also not letting it go now. इन लोगों का तो काम ही है ना यार. Yes, it's their job. बट ये किसके कहने पे इतना कर रहे हो? अच्छा। डैड, ആ കുട്ടിയുടെ വീട് ഞാൻ കണ്ടെത്തി. ये यही वो था ना? बंदा था ना? हाँ. എന്താണെങ്കിലും പറഞ്ഞോളൂ. എനിക്കൊരു പ്രശ്നമുണ്ട്. 2 വർഷത്തോളം ഞാൻ ഒരു സീരിയസ് റിലേഷൻഷിപ്പിലായിരുന്നു. പിന്നെ കുറച്ചാൾ മുന്നേ അവനൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനൊരു മൂവ് നടത്തിയപ്പോൾ എനിക്ക് പോലും മനസ്സിലാത്ത രീതിയിലാണ് ഞാൻ റിയാക്ട് ചെയ്തത്. ഞാൻ അതിനെ വല്ലാണ്ട് എതിർത്തു. ഞാൻ വയലൻ്റായി അവനെ ഉപദ്രവിച്ച് അവനങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് എനിക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര ഒരു കുറ്റബോധമായിരുന്നു. ഞാൻ അവനെ വിളിച്ച് ക്ഷമയൊക്കെ പറഞ്ഞ് ഒരു തരത്തിലുള്ള പ്രശ്നമൊക്കെ ഞാൻ സോൾവ് ചെയ്തു. പക്ഷെ പിന്നീട് എനിക്കൊരു ചെറിയ ഡിപ്രഷനൊക്കെ ആയി. ഇതെനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് എനിക്ക് ഒരിക്കലും ഒരു മാരീഡ് ലൈഫ് പോസിബിൾ ആണെന്ന് തോന്നുന്നില്ല ഡോക്ടർ. ഓക്കെ, ഇത് ഫീമെയിൽ സെക്ഷൽ അവേർഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഫ്രിജിഡിറ്റി എന്ന് പറയും. ഇത് പല ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ. फॉल्ट केस लेके गई है यार.
अरे he's a police officer. ഞാൻ സഹദേവൻ. Oh. സഹദേവ്. ഞാൻ സാറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നാ. ഇതിന്റെ റൂട്ട് കോസ് ആണ്. അതിനാദ്യം വേണ്ടത് ഈ റൂട്ട് കോസ് ഫിസിക്കലാണോ സൈക്കോളജിക്കലാണോ എന്നറിയണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് ട്രോമ തനിക്കുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈയിടെ യൂട്യൂബിലൊരു ന്യൂസ് കണ്ടപ്പോൾ മുതലാണ് ഞാൻ ആകെ അപ്സെറ്റ് ആവാൻ തുടങ്ങിയത്. എന്ത് ന്യൂസ്? ആ വരുൺ കേസിലെ പെൺകുട്ടിക്കും ഇതായിരുന്നു പ്രശ്നമെന്നും അതാണ് ആ പയ്യന്റെ മരണത്തിന് കാരണമായതെന്നും കണ്ടു. അന്നു മുതൽ എനിക്ക് ആകെ പേടിയാവാൻ തുടങ്ങി. हाँ ये निकालने की कोशिश करे. ഒരു ട്രോമയാണ്. അങ്ങനെ ഒരു കുഴപ്പം ആ കുട്ടിക്കില്ല. ഈ ഓൺലൈനിൽ വരുന്നതെല്ലാം സത്യമാണെന്ന് യാമി വിശ്വസിക്കുന്നുണ്ടോ? അതില്ല. പക്ഷെ അങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കി. അപ്പൊ പലരും അങ്ങനെയാണ് പറയണ്ടായിരുന്നത്. No no don't say anything to her. അച്ഛൻ കോളേജ് പ്രൊഫസറാ, അമ്മ ഹൗസ് വൈഫാ. വലിയ കുടുംബം. പിന്നെ പയ്യൻ എംടെക് കഴിഞ്ഞിട്ട് ദുബായിലൊരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നേ. ഇപ്പോൾ ദുബായിൽ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാം. പിന്നെ അവരും ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്ന് വളർന്നു വന്നതാ. ഇപ്പോൾ ബിസിനസ്സൊക്കെ നടത്തി അത്യാവശ്യം നല്ല നിലയിലായതാ. അതുകൊണ്ട് തന്നെ അവർക്ക് നാട്ടും പുറത്ത് ജനിച്ചു വളർന്ന ഒരു സാധാരണ പെൺകുട്ടി വേണം ഒരേ നിർബന്ധം. കല്യാണം നോക്കി തുടങ്ങിയിട്ടൊരു 4-5 കൊല്ലമായി. പിന്നെ ഒരു ഈ പയ്യന് കേൾവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ടോ, ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഞാൻ ഓർത്തത് ഇയർഫോൺ ആണെന്ന്. She is good, ah? അല്ല സാറേ, അതൊരു കേൾവി പ്രശ്നം ഉണ്ടായി. പക്ഷെ ഇപ്പൊ സാധനം വെച്ച് പിന്നെ എല്ലാം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. नहीं. നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ, എല്ലാം പറഞ്ഞിട്ടുണ്ട് സാറേ. ആ പയ്യന്റെ അപ്പനും അമ്മയ്ക്കും അവൻ എത്രയും പെട്ടെന്ന് കെട്ടിക്കണ്ടാ മതിയെന്ന്. പിന്നെ പയ്യന് മോളെ ഒന്ന് കണ്ടാക്കണമെന്നുണ്ട്. ആയിക്കോട്ടെ, എപ്പോഴാന്ന് പറഞ്ഞാൽ മതി. ഓ ആയിക്കോട്ടെ സാർ. ജോർജ് കുട്ടി, ഏ? അല്ല, കേൾവി ശക്തി ഇല്ലാത്ത ഒരാളെന്നൊക്കെ പറയുമ്പോ കേൾവി ശക്തി ഇല്ലെന്നല്ലല്ലോ, വലത്ത് ചെവിക്ക് അല്പം കേൾവി കുറവുണ്ടെന്നല്ലേ പറഞ്ഞത്. അതും ഒരു അപകടത്തിൽ സംഭവിച്ചത്. ആദ്യം പറഞ്ഞതൊക്കെ സത്യമാണോ എന്നൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ടില്ലേ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ കണ്ണാടി വെക്കുന്നതും ഒരു കുറവല്ലേ? കാഴ്ചശക്തി കുറവുകൊണ്ടാണല്ലോ നമ്മൾ ഈ കണ്ണാടി വെക്കുന്നത്. പക്ഷെ നമ്മുടെ ഇടയിൽ അത് സർവ്വസാധാരണമായതുകൊണ്ട് നമുക്കത് കുറവായി തോന്നില്ല. പിന്നെ ഇതിനൊരു തീരുമാനം എടുക്കേണ്ട 5 മോളല്ലേ. മോക്ക് ഇതൊരു കുറവായി തോന്നുന്നെങ്കിൽ വേണ്ട. എനിക്കിതൊരു കുറവായിട്ട് തോന്നില്ല അച്ഛാ. ഹലോ, ഞാൻ ഡോക്ടർ രഞ്ജിനിയാ. പറയൂ ഡോക്ടർ. ഇന്ന് ഇവിടെ കൺസൾട്ടേഷന് ഒരു പെൺകുട്ടി വന്നിരുന്നു. ആ, പക്ഷേ വരവിന്റെ ഉദ്ദേശം വേറെയായിരുന്നു. The doctor informed. अच्छा है. എന്തായിരുന്നു സസ്പെൻഷനൊക്കെ? Oh, this guy. Second part में जो था. അവള് കൽപ്പറ്റയിലാ സാറേ. ആ സഹദേവനെ കാണാൻ വന്നിരുന്നു സാറേ. ആ വരുൺ കേസിലെ. The first case. എന്തിന്? They got a lead, I guess so. സാറേ, ജോസേട്ടാ, ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ എടുത്തേ. മോളെ കാണാൻ ആൾക്കാർ വരുന്നുണ്ടല്ലേ? ചേട്ടാ, ജോസേ വാ. वो पूछ रहा है वही लड़की आई थी क्या? ഞാനേ ഒരു പെണ്ണ് അഞ്ജുന് വാക്കിന് താല്പര്യമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ He's good, yeah. താല്പര്യമില്ല. എപ്പോഴെന്തെങ്കിലും രീതിയിൽ എൻഗേജ്ഡ് ആയിരിക്കണമെന്നുണ്ട്. എനിക്ക് ഈ ബിസിനസ്സിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ നല്ലൊരു ജോലിയുടെ സുരക്ഷിതത്വം ബിസിനസ്സിലില്ലല്ലോ. ബിസിനസ് കുഴപ്പമൊന്നുമില്ല, അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. പിന്നെ ദൂർത്ത് പാടില്ല. ക്രിസ്മസിന് വീട്ടിൽ വന്നപ്പോ നക്ഷത്രം നോക്കാൻ വേണ്ടി കയറിയതാ. ലാഡർ ഒടിഞ്ഞ് താഴെ വീണു. തലയിടിച്ചാ വീണത്. ഹിയറിംഗ് എയ്ഡ് വെച്ചതുകൊണ്ട് ഇപ്പൊ നമ്മളെ പോലെ തന്നെ നോർമലായിട്ട് അവനെല്ലാം കേൾക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. ആ ശരി 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 അപ്പൊ. ശരി. എന്റെ കല്യാണത്തിന് ഈ വക പരിപാടിയൊന്നും പ്രതീക്ഷിക്കണ്ട. അയ്യോ, അങ്ങനൊരു പ്രതീക്ഷയില്ലേ.
ശ്രേയോ എന്താ ഇവിടെ? ഇത് എന്റെ വീടാ. എന്നെ മനസ്സിലായില്ല? അന്ന് ബസ്സിൽ വെച്ച് ആ മനസ്സിലായി. എന്താ ഇവിടെ? ആ ജീപ്പിന്റെ റേഡിയേറ്റർ ഒന്ന് ചൂടായി, അപ്പൊ വെള്ളം എടുക്കാൻ വേണ്ടി കയറിയതാ. ഞാൻ വെള്ളം കൊടുത്തിട്ട് ഇപ്പൊ വരാമേ. She is also informed now. മോക്കറിയോ കുട്ടിയെ? അന്ന് രാജാക്കാട് പോയപ്പോ ബസ്സിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടതാ. ഇപ്പോഴും എന്റെ പേര് ഓർക്കുന്നതിൽ അതിശയം. പെൺകുട്ടികൾ നിങ്ങളെയൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാം തുറന്നു പറഞ്ഞതാണ് ഏറ്റവും ഇഷ്ടമായത്. പ്രത്യേകിച്ച് ചെക്കൻ്റെ അപ്പനും അമ്മയ്ക്കും പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല. നിങ്ങളുടെ മോക്ക് എന്ത് കൊടുക്കുന്ന വെച്ചാൽ അത് അങ്ങോട്ട് കൊടുക്കുക. പിന്നെ അവരോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ പറയണ്ടേ? നമുക്ക് അടുത്ത ദിവസം തന്നെ പോയേക്കാം അല്ലേ? ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പോക്കിൽ തന്നെ കല്യാണ തീയതിയും കൂടെ തീരുമാനിക്കാം. ആ അത് ശരിയാ. വെറുതെ സമയം കളയണ്ടല്ലോ. ഈ വരുന്ന ഞായറാഴ്ച പോയാലോ? അവർക്ക് സൗകര്യം ഉണ്ടോ ചോദിക്കേ? ആ ഞാൻ അവരോട് ചോദിച്ചിട്ട് വൈകുന്നേരം വിളിച്ച് പറയാം. ഇതിരിക്കട്ടെ. ഓക്കെ ശരി. ചേച്ചി എന്താ പറയട്ടെ? ഇപ്പൊ പറയണ്ട. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് പറയാൻ ഞാൻ പറയട്ടെ, സമാധാനമായിട്ട് കേൾക്കണം. ധൃതി പിടിച്ച് കല്യാണം നടത്തരുത്. Give them some time to get to know each other. അവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കുറച്ച് സമയം കൊടുക്ക്. കുറച്ചുകൂടെ ഡേറ്റ് ചെയ്യട്ടെ, എന്നിട്ട് 1 year കഴിഞ്ഞിട്ട് കല്യാണം. 1 വർഷമോ? മിണ്ടാ. എങ്ങനെയെങ്കിലും അവിടെ കെട്ടിച്ചു വിടാൻ നോക്കുമ്പോഴാ. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല. അച്ഛാ, ഇത്ര ധൃതി പിടിച്ച് കല്യാണം നടത്തണോ? എന്താ മോളെ, നിനക്ക് ഈ ആലോചന ഇഷ്ടമല്ലേ? അതല്ല, അവർക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് സമയം കൊടുത്തൂടെ? ഇവിടെ ചോദിക്കുന്നത് 1 വർഷം കഴിഞ്ഞ് നടത്തിയാ പോരെന്നാ. മോളെ, അതിന് നമ്മൾ ഉറപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ അങ്ങോട്ട് പോയി അവർ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ 1-2 മാസം എടുക്കും. അതുപോലെ അവർക്ക് പരിചയപ്പെടാൻ. അത് തന്നെ, ഞങ്ങളൊക്കെ ഇങ്ങനെയാ കല്യാണം കഴിച്ചത്. എന്നിട്ട് എന്താ മോക്ക് സംശയം തോന്നാൻ? ബസ്സിൽ വെച്ചാണ് ഞാൻ ആദ്യം പരിചയപ്പെട്ടത്. പിന്നീട് വണ്ടി ബ്രേക്ക് എന്ന് പറഞ്ഞ് ആ കുട്ടിയും അച്ഛനും ഇവിടെ വന്ന് ഞങ്ങളെ പരിചയപ്പെട്ടിട്ടാ പോയത്. അത് കഴിഞ്ഞ് ഞങ്ങളെ പറ്റി ചുറ്റുവട്ടത്തുള്ള വീട്ടിലൊക്കെ അന്വേഷിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് ആ വരവ് യാദൃശ്യമല്ലാന്ന് മനസ്സിലായത്. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റുമോ? നെയ്ബേഴ്സ് പറഞ്ഞത് അയാള് പോലീസുകാരനാണ്. പക്ഷേ അയാൾ പോലീസുകാരനാണെന്ന് തോന്നുന്നില്ല. उसको समझ तो गया होगा थोड़ा बहुत, बट इतना जल्दी नहीं. But yeah, why they are doing this? But because of that revenge, grudges. Yes, the part 1 police officer, he's taking his, like, of course, him and his daughter. And here they are also बोलते ना, लोग भी काम करे कि इससे शादी हो जाए, everything should go smoothly and everything. तो इधर वो चल रहा है. But that guy was also looking good. मतलब अभी देखेंगे आगे के. I want she should get at least settled now. अभी सब कुछ हो रहा है, but इतना easy नहीं है ना. कुछ तो होएगा, लेकिन of course he's again in that thinking mode. He's again thinking now कि क्या क्या हो रहा है. Now I guess he's gonna close it. बस हो गया, अभी खत्म हो गया. Let's see how is it gonna end. I'm waiting for the end. Yeah, cool guys. So let's wait for more. Meanwhile, take care. Bye bye.